പക്ഷേ ആ നാടിൻ്റെ വികസനത്തെക്കുറിച്ച് തൊടുപുഴ ടൗണിനപ്പുറത്തേക്ക് ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് പി ജെ ജോസഫ് എന്ത് ചെയ്തു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടുത്തെ മത്സരം കനക്കുമോ എന്നുള്ളത് നമുക്ക് ഈ സമയത്ത് പറയാൻ വേണ്ടി സാധിക്കില്ല. ഒരുപക്ഷെ ഏകപക്ഷീയമായിട്ട് പി ജെ ജോസഫിൻ്റെ അനുകൂലമായിട്ട് മാറിയേക്കാം. മറിച്ച് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ കൂടത്തിൽ അവരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായിട്ട് നിന്നിട്ടുള്ള ആരെങ്കിലുമോ അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിലുള്ള ഒരു പ്രമുഖനായിട്ടുള്ള ഒരു നേതാവോ തൊടുപുഴയിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറി പറയും. അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം പി ജെ ജോസഫ് തന്നെ വീണ്ടും തൊടുപുഴയിൽ മത്സരിക്കുകയും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അപ്പു ജോസഫിനെ ഇടുക്കിയിൽ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഒരു ധാരണയാണ് നിലവിലുണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ പി ജെ ജോസഫ് സാറിന് ഇനിയിപ്പോൾ 3 മാസം മാത്രമേ ഇലക്ഷൻ ഉള്ളൂ. ഈ 3 മാസത്തിനുള്ളിൽ പി ജെ ജോസഫ് സാറിൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഇവിടെ അപ്പു ജോസഫ് തൊടുപുഴയിൽ പ്ലേസ് ചെയ്യപ്പെടത്തുള്ളൂ. അപ്പു ജോസഫ് തൊടുപുഴയിൽ പ്ലേസ് ചെയ്യപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനകത്ത് തന്നെ വലിയ പൊട്ടിത്തെറികളുണ്ടാവും.